എടുക്കേണ്ടതാണ്. അതായത് വ്യക്തിപരമായ ചില രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. അപ്പം അതാ മൂഴിക്കുളം രേഖകൾ എന്ന് പറയുന്ന കൈപ്പുസ്തകത്തിൽ ദണ്ഡി രജിസ്റ്റർ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഉപ്പിൻ്റെ രാഷ്ട്രീയം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു പാംലെറ്റ് കൈപ്പുസ്തകം വാങ്ങിച്ചാൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കിട്ടും. ദണ്ഡി രജിസ്റ്റർ ഒപ്പുവെക്കണമെങ്കിൽ അവിടെ ആ ടേബിളിൽ ദണ്ഡി രജിസ്റ്ററിൻ്റെ ബുക്ക് അവിടെ വച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് മൂഴിക്കുളംശാല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലോകത്തോട് അല്ലെങ്കിൽ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ലോകം, മറ്റൊരു ജീവിതം സാധ്യമാണ് എന്നാണ്. എന്തൊക്കെ പ്രതിസന്ധികൾ അതിജീവിച്ചാലും, പ്രതിസന്ധികൾ നേരിട്ടാലും മറ്റൊരു ലോകം, മറ്റൊരു ജീവിതം സാധ്യമാണ് എന്നാണ് 22 വർഷത്തെ അനുഭവം കൊണ്ട് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെയും അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിട്ടൊരാൾ എൻ്റെ സുഹൃത്തായിട്ടുണ്ടായിരുന്നു, സഹപാഠിയായിട്ടുണ്ടായിരുന്നു. അവൻ വഴിയാണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അവിടെ പോയി 1-2 പ്രാവശ്യം മാഷിൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഒരു കൺസെപ്റ്റ് മറ്റു പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും അവിടെയും പറഞ്ഞ ഒരു കാര്യം ഇത് തന്നെയാണ്: അതിരുകളില്ലാത്ത ഗ്രാമം, എല്ലാം എല്ലാവർക്കും, ഉള്ളതെല്ലാം എല്ലാവർക്കും എന്നുള്ളൊരു കൺസെപ്റ്റ്. അന്നത്തെ കാലത്ത് അതൊരു എന്താ പറയുക, ഒരു അപ്രായോഗികമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അന്ന്. ഇന്നത്തെ അല്ല, 10-45 വർഷം മുമ്പ് ഇത്രയും ഈ അണുകുടുംബ വ്യവസ്ഥയൊന്നും അത്രയായിട്ട് വ്യാപിച്ചിട്ടില്ലാത്തൊരു കാലത്താണെങ്കിൽ പോലും അന്നും എല്ലാവരും ഉള്ള 5-10 സെന്റെല്ലാം മതിൽ കെട്ടി തിരിച്ച് അവനവൻ്റേതാക്കി വെക്കുന്ന ഒരു കൺസെപ്റ്റുള്ള സമയത്ത് പിന്നെ ഇവർ ഇതുവരെ ചെയ്ത അംഗീകാരങ്ങൾക്കുള്ള ഒരു അംഗീകാര പത്രം, സൈറ്റേഷൻ നൽകുന്നുണ്ട്. പിന്നെ ഒരു പുസ്തക സഞ്ചിയും കൂടിയുണ്ട്. അത്രയും ചേർന്നതാണ് ഞാറ്റുവേല പുരസ്കാരം. ഇത് ഡോക്ടർ CR രാജഗോപാലൻ മാഷിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി മൂഴിക്കുളംശാല ഏർപ്പെടുത്തിയിട്ടുള്ള ഞാറ്റുവേല പുരസ്കാരം, പുസ്തക സഞ്ചി കൂടി നൽകണം. പോയിന്റ് ലിവിങ് ഹെറിറ്റേജ് വെക്കണം. അത് വെക്കുമ്പോൾ നമ്മൾ നാഷണൽ ലെവലിലെ ഫീൽഡ് സെൻറ്റേഴ്സ് ആണ് വിചാരിക്കുന്നത്. അതിൽ കേരളത്തിൽ നിന്ന് ഓൾ ഓവർ ഇന്ത്യയിൽ സെലക്ഷൻ ഉണ്ട്. കേരളത്തിൽ 2-3 എടുക്കുന്നുണ്ട്. അതിൽ ഒന്ന് മൂഴിക്കുളംശാല, എന്നാൽ ഫീൽഡ് ഓറിയൻറ്റഡ് സെൻറ്റർ, നമ്മൾ പറയുന്നത് ഫീൽഡ് റിസോഴ്സ് സെൻറ്റർ. എന്നാൽ കുട്ടികളുടെ ആ ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ ചെയ്തിട്ട് അത് മെയിൻലി ഇവിടെ വരുമ്പോൾ അത് ഇൻടാഞ്ചിബിൾ അല്ലെങ്കിൽ ലിവിങ് ഹെറിറ്റേജ്, ജൈവ, എൻ്റെ മലയാള ഭാഷ ശരിക്കും എനിക്കറിയില്ല. അതിൻ്റെ ജൈവ പറയുന്നത് ടെക്നിക്കൽ പേര് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ്. വേൾഡ് ഹെറിറ്റേജിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കൂടിയാട്ടം, വെലി, ചാൻഡിങ്, നമ്മുടെ മുടിയേറ്റപ്പെടുന്നതിൻ്റെ ഇത്. പക്ഷെ അതിന് പറയുന്ന മാതിരി റെക്കഗ്നേഷൻ കിട്ടിയിട്ടില്ല. ഇതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ജൈവ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ട്രഡീഷണൽ നോളജ് അതിൻ്റെ ഒരു ഫോക്കസ് പോയിന്റാണ്. ഞാറ്റുവേല അതിൻ്റെ ഡൊമൈൻ നമ്പർ 4 ട്രഡീഷണൽ നോളജ് അബൌട്ട് നേച്ചർ. ഓരോന്ന് പഠിക്കുമ്പോഴും കേരളത്തിൻ്റെ ചരിത്രമായിക്കോട്ടെ, അതല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം ആയിക്കോട്ടെ, ലോക ചരിത്രം ആയിക്കോട്ടെ, പലപ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് 2 യുദ്ധങ്ങളെ മഹായുദ്ധം എന്ന് വിളിച്ചത് എന്നൊക്കെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാധാരണ ഒരു കുട്ടിയായിരുന്നു ഞാൻ. നീതി പുലർത്തേണ്ടി വരും എന്നുള്ളൊരു സംഭവം, മോശമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് പറയേണ്ടി വരുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ അംഗീകരിക്കുന്നതുകൊണ്ട് തന്നെ അത് ഒത്തിരി സന്തോഷം തരുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചാലും നമ്മളെ അംഗീകരിച്ചതിലും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വേദി സംസാരിക്കാൻ സാധിച്ചതിലൊക്കെ ഒത്തിരി സന്തോഷം. അടുപ്പിൽ തീയാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ അത് മാത്രം ഒരു അല്പനേരം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഈ മൂഴിക്കുളംശാല പ്രതിദാനം ചെയ്യുന്നത് വ്യത്യസ്തമായ ഒരു ന്യൂനപക്ഷമായ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അത് ഭൂരിപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടല്ല എന്ന് നിങ്ങൾക്കറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. അത് തികച്ചും ന്യൂനപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടാണ്. എന്തുകൊണ്ട് ഈ ന്യൂനപക്ഷം ഇങ്ങനെ ചിന്തിക്കുന്നു, ഇങ്ങനെ പെരുമാറുന്നു, ഇങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിക്കാം. ഞാൻ ബെൽജിയത്ത് ഉപരിപഠനം നടത്തിയിരിക്കുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിൽ 20 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അതിൽ യങ് പ്രൊഫസർ, ചെറുപ്പക്കാരനായ അധ്യാപകൻ വന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആ ചോദ്യം ഉന്നയിക്കാം.
ഞങ്ങളോട് ചോദിച്ചത് ഒക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസാണ്. നിങ്ങളുടെ ശ്വാസകോശം, യുവർ ലങ്സ് സ്റ്റാർട്ട്സ് വെയർ? നിങ്ങളുടെ ശ്വാസകോശം എവിടെയാണ് തുടങ്ങുന്നത്? ഇത് ഒരു ബയോളജി ക്ലാസ് ആയിരുന്നില്ല, തത്വശാസ്ത്രത്തിൻ്റെ ക്ലാസ് ആയിരുന്നു. അവിടെ ശ്വാസകോശം എവിടെ തുടങ്ങുന്നു എന്ന ചോദ്യം അത്ര എളുപ്പത്തിൽ ഉത്തരം പറയാവുന്നതാണ് അല്ല എന്ന് വിദ്യാർത്ഥികൾക്കറിയാം. അതുകൊണ്ട് ആരും തന്നെ കൃത്യമായ ഉത്തരം പറയാൻ തയ്യാറായില്ല. അപ്പോൾ ഈ അധ്യാപകൻ തന്നെ ഉത്തരം പറയേണ്ടി വന്നു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, ശ്വാസം എവിടെ തുടങ്ങുന്നുവോ അവിടെ ശ്വാസകോശവും തുടങ്ങുന്നു. ഇത് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്. ഇത് വിശ്വസിക്കുന്ന മനുഷ്യർ വ്യത്യസ്തരായിരിക്കും. ആ വ്യത്യാസമാണ്, അത് ഒരു പൈതൃക ബോധമാണ്, പാരമ്പര്യ ചിന്തയാണ്, ഒരവബോധമാണ്, ബോധമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിനുള്ള ഒരു പടവായിട്ടാണ് പൊതുജനങ്ങൾ കണക്കാക്കിയിരുന്നത്. എന്നാൽ നാട്ടറിവ് അല്ലെങ്കിൽ നാടൻ കല എന്നുള്ളത് ജനകീയവൽക്കരിക്കുകയും അത് തിരിച്ചറിവല്ല, മറിച്ച് തിരിച്ചുപോക്കല്ല, തിരിച്ചറിവാണ്. നമ്മുടെ പാരമ്പര്യത്തിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ജീർണമായവ കുഴിച്ചു മൂടി അതിൽ നിന്നും ആവശ്യമായവ വേർതിരിച്ചെടുത്ത് വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നാട്ടറിവിൻ്റെ കർത്തവ്യം എന്നുള്ള പ്രത്യേകത. അദ്ദേഹം നാട്ടറിവ് തിരിച്ചു പോക്കല്ല, തിരിച്ചറിവാണ് എന്നുള്ള മുദ്രാവാക്യത്തെ കൂടി ഊന്നി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുവരെ എന്ന് പറയുന്ന ഒരു മഹതി എഴുതിയ അനുബന്ധ് എന്ന് പറയുന്ന ഒരു പുസ്തകം, അത് ഇംഗ്ലീഷിലും ഗുജറാത്തിയിലും അതുപോലെ ഇംഗ്ലീഷിലുള്ളൊരു പുസ്തകമാണ്. അതേപ്പറ്റി സംസാരിക്കാനാണ്. ഏതായാലും ഞാൻ അതേപ്പറ്റി ദീർഘമായി സംസാരിച്ച് നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയില്ല എന്ന് ആരംഭത്തിൽ പറയുകയാണ്. അതിൻ്റെ മുഖ്യ പ്രമേയത്തെപ്പറ്റി മാത്രം പറയാം. അതിനു മുമ്പ് ആ മഹതിയെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ 2010 മുതൽ 2014 വരെ 4 വർഷം മഹാത്മാഗാന്ധി സ്ഥാപിച്ച ഗുജറാത്ത് വിദ്യാപീഠ് എന്ന് പറയുന്ന ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ ഗാന്ധിയൻ തത്വശാസ്ത്രത്തിൻ്റെ UGC പ്രൊഫസറായിരുന്നു. ആ സമയത്ത് അതിൻ്റെ ട്രസ്റ്റി മണ്ഡൽ എന്ന് പറയുന്ന ഒരു ബോർഡ് ഓഫ് ട്രസ്റ്റീസാണ് ആ യൂണിവേഴ്സിറ്റി നടത്തുന്നത്. അതിലൊരു പ്രമുഖ അംഗമായിരുന്നു ഇള ഭട്ട്. ഞങ്ങൾ ഒരുമിച്ച് പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്ന ഒരു ദീർഘയാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഞങ്ങൾ സൂററ്റിൽ ഒരു ചായ കുടിക്കുന്നതിന് വേണ്ടി നിർത്തിയപ്പോൾ അവർ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ഭാഷയിൽ മൂത്ത സഹോദരിയെ അഭിസംബോധന ചെയ്യുന്ന വാക്കെന്താണ്? ഞാൻ പറഞ്ഞു ചേച്ചി എന്നാണ്. അപ്പം എന്നോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇനി മത്തായിജി ഇനി മേലിൽ എന്നെ ചേച്ചി എന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ അന്ന് മുതൽ മലഞ്ചെരുവിൽ പറഞ്ഞത് ഒരു മഞ്ഞ് അന്ന് എനിക്ക് വയസ്സ് 10, എൻ്റെ ചെങ്ങായ പാപ്പിക്കുഞ്ഞിന് 8. അങ്ങനെ 8 പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ഞങ്ങൾ കൈയോട് കൈ പൊത്തുപിടിച്ച് ഞങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ അപ്പച്ചന്മാരും അമ്മച്ചിമാരെല്ലാം അവരുടെ തലയിലും മടിയിലും വെട്ടുകെട്ടി പണിയെടുത്ത് അന്ത്യയാവുന്നു. ഞങ്ങള് കത്തിച്ചാക്കൊണ്ട് മറത്ത കൊട്ടാരത്തിൽ കുത്തിയിരുന്ന് ഇറച്ചിക്കറിയും കപ്പക്കഞ്ഞി കലക്കി ഞാനും എന്റെ ചങ്ങായി പാപ്പിക്കുട്ടി ഒരു പായല് കെട്ടിപ്പിടിച്ച് കഥയും പറഞ്ഞു. അതൊക്കെ ഓർക്കുമ്പോൾ അല്ല, ഞാനിപ്പോഴും ഓർക്കുക, ഒരു പെരുമഴ നിർത്താതെ പെയ്യുന്ന മഴവെള്ളം കുത്തി ഒഴുകി വരിക. ആ വെള്ളത്തിലേക്ക് എന്റെ പാപ്പിക്കുഞ്ഞിന്റെ അച്ചായൻ പെട്ടത്, എന്റെ അച്ചായൻ കൂടെ ചാടിയത്. ഞങ്ങൾ